ഇന്നത്തെ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ പയ്യനെ ഇനി രജിസ്ട്രേഷനിലാക്കണം. എന്നിട്ട് നാളെ രണ്ട് ദിവസത്തേക്ക് പാക്കേജ് ഉണ്ട്. അപ്പം പോയി കാറും എടുത്തുകൊണ്ട് വരണം. അതെൻ്റെ വീട്ടിൽ നിന്ന് പോയി കാറും എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഈ പയ്യനെ ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാം. പോണതിനെ കുറിച്ച് എന്തെങ്കിലും പറ. അതെന്തിനാ അവിടെ ഹോസ്റ്റൽ ഫീസ് അടച്ചു വെച്ചിട്ട് നീ ഇങ്ങോട്ട് പറഞ്ഞതിന്? അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ വീഡിയോ ഇരിക്കുന്നത്. അപ്പം നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിൽ എടുക്കണ്ടേ? എടുക്കണം, ഉടനെ ഇടുന്നു. 2030 ഒരു ഇതിപ്പോ ബേസ് മോഡൽ എത്ര 11-12 ഷോറൂം പറയുന്നത്. ഷോറൂം 15 30 പറയണ ഏത് ഫോർച്യൂണറിനെ അങ്ങോട്ടാണ് 30 പറയുന്നത്. എൻ്റെ പറഞ്ഞല്ല, ഫോർച്യൂണർ. ഇറക്കും ഉടനെ. ഇതൊക്കെ സക്സസ് ആവട്ടെ. നിങ്ങളെല്ലാ ഏർപ്പാടുകളും ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. 2 ചേസ് ഇത് കണക്കത് ഒരു അങ്ങോട്ടോ പപ്പയ്ക്കും മമ്മിക്കും പോകാനായിട്ട് ഒരു ഫോർച്യൂണർ. എനിക്ക് അങ്ങോട്ടൊരു M5 എത്തി അങ്ങോട്ട് റേഷൻ കടയിലൊക്കെ പോകാനായിട്ട് M5 അത്രയൊക്കെ ഉള്ളു. റേഷൻ കടയിലൊക്കെ M5 പോകണമെന്നുണ്ടെങ്കിൽ 500 രൂപ പെട്രോൾ അതിന് തന്നെയാണ്. 500 ബാക്കിയാ എല്ലാം നമ്മളെ നേരത്താണല്ലോ. സമയം ശരിയല്ല. ഇനിയിപ്പോ ഇനി അവിടെ പോയിട്ട് എന്തൊരു പരിപാടി? അവിടെ പോയിട്ട് ഇനി എന്നെയും കൂടി കാണിക്കും. അവിടെ പോയിട്ട് ഇനി മറ്റന്നാൾ എക്സാം ഉണ്ട്. ക്ലാസ്സിൽ കയറണം, അറ്റൻഡൻസ് എടുക്കണം. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ? എന്തൊരു പറഞ്ഞു? അപ്പൊ എന്തൊരു പറഞ്ഞു? നീ അറിഞ്ഞില്ലേ? ഇല്ല, എന്റെ റീചാർജ് ചെയ്ത് നടക്കില്ലായിരുന്നു. അതുകൊണ്ട് മെസ്സേജ് വന്നില്ല. മെസ്സേജ് വന്നില്ല. ഇൻകമിംഗ് കോൾ ഔട്ട്ഗോയിങ് കോളും കട്ടായി പോയി. പിന്നെ ഇല്ലെന്ന് വിചാരിച്ചിരുന്നു. കാരണം ഇനി ബുധനാഴ്ച പോയാൽ മതി എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ നാളെ പോവാൻ. ഇതിപ്പോ നിനക്ക് നടക്കുന്നത് സെക്കൻഡ് ഇയറില് ഫസ്റ്റ് ഇയറില്? ഇനി തേർഡ് സെം സെക്കൻഡ് ഇയർ. അപ്പൊ രജിസ്ട്രേഷൻ എത്തി. ചെറുക്കനൊരു ഗുഡ് ബൈ കൊടുത്തിട്ടങ്ങ് പറഞ്ഞ് കയറ്റി വിടാം. ഓക്കെ, ബൈ. അടുത്ത ആഴ്ച ഇങ്ങോട്ടൊന്നും വരണ്ട. പോയിട്ടോ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് ഇനി നേരെ നമ്മളെ വണ്ടി പോയി എടുക്കാം. നാളെ 2 ദിവസത്തെ പാക്കേജാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അത് 3 ദിവസം ആവാനും സാധ്യതയുണ്ട്, അറിയത്തില്ല. അപ്പോൾ നേരത്തെ നാളെ രാവിലെ പോകേണ്ടി വരും. രാവിലെ ഒരു 3:30 ആകുമ്പം അവരെ പിക്ക് ചെയ്യേണ്ടി വരും ആളെ. അപ്പോൾ രാവിലെ പോയി എടുക്കാൻ പറ്റത്തില്ല, സമയം കാണത്തില്ല. ഈ ഒരു 3:30 ടൈം ആയതുകൊണ്ട് അപ്പോൾ വിചാരിച്ചിപ്പം പോയി 4 ഇപ്പം വെറുതെ ഇരിക്കുകയല്ലേ, വണ്ടി പോയി എടുത്തുകൊണ്ട് വന്ന് വീട്ടിലിട്ട് കഴുകിയിട്ടിരിക്കാമെന്ന് കരുതി. ഇവിടുത്തെ റോഡ് ഒത്തിരി ടാസ്ക്കാണ്. ഇതാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി. ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഓ വീണ്. ഹായ് പറയേ. എവിടെ പോണ്? കേറിക്കോ. ഇപ്പൊ സ്കൂൾ വിട്ട് വന്നതേ ഉള്ളോ? ഇതാണ് എൻ്റെ പെങ്ങളെ ഒരേ ഒരു മോയ്. ഹായ് പറയല്ലേ എടുത്തു. എപ്പോഴെടുത്ത്? ഇന്നല്ലേ? നീ പോയി എടുത്തോണ്ടോ എർട്ടിക? ഓ, നീ ഇവിടെ വരാൻ വേണ്ടി എർട്ടിക പോയി എടുത്തോണ്ട് വന്നാ? അപ്പൊ ആൾട്ടോയാ? വിറ്റാ? ആരൊക്കെ വിറ്റ്? അപ്പൊ വാഗനാറാ? ഓഹോ, അപ്പൊ എല്ലാ വണ്ടി ഇപ്പൊ തിരക്ക് തന്നെ. വണ്ടിയുടെ കാര്യങ്ങൾ മാത്രം പുള്ളിക്കാരനെ അറിയത്തുള്ളൂ. വേറെ ഒന്നും പഠിക്കണ കാര്യത്തിലാ ഒന്നും ഒരു ഇതുമില്ല. വണ്ടി ഇവിടെ ഇനി ഇതിങ്ങനെ മാറ്റിയിട്ടാലേ ആ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. അത് ടാസ്ക്.
ആ പറഞ്ഞോ. ഓക്കെ ഓക്കെ, എനിക്ക് സൈഡ് പറഞ്ഞു തരുമോ? എനിക്ക് സൈഡ് പറഞ്ഞു തരുമോ? ഇന്നോവയ്ക്ക് വണ്ടി ഇറക്കണ്ടേ? അപ്പൊ സൈഡ് പറഞ്ഞു തരുമോ? ഓക്കെ, കൈ കൊടു. ഓക്കെ കൈ കൊണ്ടില്ല ഓക്കെ, നിനക്ക് ഞാൻ ചാവി തരട്ടെ, നീ എടുക്കോ വണ്ടി? വണ്ടി എടുക്കോ? ഇന്നോവ ഇത് ഇവിടെ കിടക്കും. ഇത് ഇനി അളിയൻ 2 ദിവസം അളിയൻ നോക്കിക്കോളും. നമ്മളിനി 2 ദിവസം ഇതിലായിരിക്കും. നീ ഇപ്പൊ എവിടെയാണ് പോണേ? ഏലാപ്പുറത്ത് എന്തിനു പോണേ? ഏലാപ്പുറത്തല്ല പോണേ, നിന്നെ കൊണ്ട് ഹോസ്പിറ്റലിലാണ് പോണ. ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കൂളിലാക്കും. സ്കൂളിൽ പോയ ട്യൂഷന് പോണ്ടേ? ട്യൂഷന് പോണ്ടേ? മെനിങ്ങാന്ന് പോവാന്നാ? പയ്യനപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവര് ചേച്ചിയും എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും കണ്ണച്ചി നോക്കൂ, ഹായ് പറയൂ. അപ്പോൾ നമ്മളിവിടെ പാർക്കിങ്ങിൽ കിടക്കുന്നു. ഇവിടെ ചിറയൻകീഴാണ് വന്നത്, ബ്രിഡ്ജിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. ഇതൊക്കെ പൊളിഞ്ഞ് വീഴുമുണ്ട്. അപ്പം ഇനി അവരിഞ്ഞി ഇറങ്ങി വരണം, അതുവരെ ഇനി ഇവിടെ കിടക്കാം. ഈ പരിസരത്ത് എവിടെ എൻ്റെ മാതാവ് എവിടെയോ നിന്ന് ചായ കുടിക്കണമെന്ന് പറഞ്ഞു. ഇനി അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ മാതാവിനെ തിരക്കാൻ പോകാം. യെസ്, അവസാനം ഞാൻ എൻ്റെ മാതാവിനെ കണ്ടെത്തി. അതെ റെഡിൽ വരുന്നതാ എൻ്റെ മാതാവ്. പണിക്ക് പോവാതെ ഇവിടെ നിന്ന് ചായ കുടിച്ചോണ്ടിരിക്കുന്നു തന്നെ. അത് ചേച്ചി നമ്മളെ കൊച്ചിനെ കൊണ്ടുവന്നത്, ചേച്ചിയുമൊക്കെ ചായ കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒത്തു ചായ കുടിക്കാം. അമ്മ ഇപ്പോഴല്ലേ ഇതിലേ കൂടെ വന്നത്? തന്നെ നമ്മളിപ്പോ ഇവിടെ വന്നതേ ഉള്ളൂ.
എൻ്റെ അമ്മ ചേച്ചിനെ പറ്റിക്കുന്നതാണ് കേട്ടോ. സ്വന്തം ചേച്ചീനെ പറ്റിക്കുന്നതാണ്. ഓ ഇനി കുഴപ്പമില്ല. ഓ നിങ്ങളെ കാണിച്ചിറങ്ങിയാ? ഓ ബസ്സിൻ്റെ ഇറങ്ങാൻ അതിന്റെ സിംഗമേ എന്തൊരു പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല. ഇഞ്ചക്ഷൻ എടുത്താടാ. ടീച്ചർമാർ പറഞ്ഞാൽ എഴുതിയില്ലെങ്കിൽ എന്റെ അമ്മയുടെ അഭിനയത്തിന്റെ സ്കില്ല് ചേച്ചിക്ക് എന്തൊരു പറയാനുണ്ട്? സിനിമയിൽ കൊണ്ടാക്ക്. ഒന്നില് ലൈറ്റ് മാതിരി ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പറയലൊന്നുമില്ല. തരുന്ന ഇതേ കണക്ക് വയ്ക്കണം, വണ്ടിക്കകത്താക്കല്ലേ, കഴുകാൻ വയ്യ. 2 ചമ്മന്തി ഉണ്ട്. ഇനി എത്ര വേണം? 10 എണ്ണം വേണോ? സദ്യ ഇല്ല തിന്നാൻ വന്ന. ചായ കുടിച്ചിട്ട് വരാം. പറയണോ വല്ലതും പറയണോ? ചേരൊക്കെ ഇൻട്രോട്ടാണ്, അതുകൊണ്ടാണ് ഇന്ദ്രവട്ടം. അപ്പം ചായ കുടിയും എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ ഇനി രാവിലെ ഓട്ടം ഉണ്ട്. അപ്പം ബാക്കി ഇനി നാളത്തെ വിശേഷം നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.